ഹലോ, ഞങ്ങൾക്കിവിടെ രാവിലെ തന്നെ കറണ്ടില്ല. അത് വലിയ പുതുമയൊന്നുമില്ല. കാരണം മാനത്ത് മഴ കറുത്താൽ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തായാലും കറണ്ട് കാണത്തില്ല. ഞങ്ങൾ ഈ ഏരിയയുടെ പ്രത്യേകത ഏതാണ്, വന്നും പോയി നിൽക്കും. ഒരു 100 പ്രാവശ്യമെങ്കിലും വന്നും പോയി നിൽക്കും. പിന്നെ ഇത് നമുക്ക് പരിചയമായി. പിന്നെ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വെട്ടമില്ലല്ലോ, ഒരുമാതിരി ഇരുളനടഞ്ഞ അവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ എടുക്കുന്ന ഹോളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കറണ്ട് പോകുമ്പം കത്തുന്ന ഒരു ബൾബുണ്ട്, വെട്ടത്തിലാണ് ഇതൊക്കെ എടുത്തത്. ഇനി എപ്പോൾ വരുമെന്ന് പോലും അറിഞ്ഞൂടാ. എൻ്റെ ഉമ്മ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് പിന്നത്തേക്ക് വെക്കും. അപ്പോൾ എൻ്റെ ഉമ്മ അടിക്കുന്നൊരു ഡയലോഗാണ് ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്ന്. അപ്പം ഞാനും കരുതി എന്തായാലും പഴങ്കഞ്ഞി ആക്കണ്ട. ഇന്നലത്തെ രാത്രിയത്തെ വീഡിയോ 12 മണിക്ക് തന്നെ അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. പുള്ളിക്കാരി ഞാൻ പ്രതീക്ഷിച്ചില്ല, അനുമോൾ അല്ലെങ്കിൽ അനീഷ്, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ കപ്പടിക്കുള്ളൂ എന്ന് അറിയായിരുന്നു. അപ്പം അനുമോൾ അടിച്ചപ്പം എനിക്ക് അപ്പം തന്നെ വീഡിയോ ഇടണമെന്ന് തോന്നി, ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തുറന്ന് നോക്കിയ ഫേസ്ബുക്കാണ്. എന്ന് വെച്ചാൽ ആരൊക്കെ എന്തൊക്കെയോ പ്രത്യേകിച്ച് കമൻസാണ് ഞാൻ നോക്കിയത്. ഏകദേശം പകുതി പേര് സപ്പോർട്ടീവാണ്, പകുതി പേര് നെഗറ്റീവാണ്. ചിലരൊക്കെ പറയുന്നത് എന്താ PR കൊണ്ടാണ് ജയിച്ചത്. അങ്ങനെ PR ഒക്കെ കൊണ്ട് ജയിക്കാൻ പറ്റും ഈ കേരളത്തിൽ? അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് കാണുന്ന മലയാളികളുടെ ഈ ഫോണുകളെല്ലാം ഈ PRൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ജയിക്കുന്നത്. പിന്നെ ഈ റീ എൻട്രി എന്നും പറഞ്ഞ് പോയിട്ട് എന്തൊക്കെയാണ് ആ വീട്ടിൽ നടന്നത്. ആർക്കും അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അവിടെ പോയി എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് പുറത്തൊരു ലൈഫുണ്ട്, ഞങ്ങളെ ലൈഫ് വെച്ച് കളിച്ചു എന്ന്. ഈ അനുമോൾക്ക് എന്താ പുറത്തിറങ്ങിയ ഒരു ലൈഫിൽ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തൊരു ലൈഫിൽ അവരുടെ മോൾ അതിനകത്തിരുന്ന് ഇത്രയും വിങ്ങിപ്പൊട്ടി കരയുമ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും വേദനയാണ്. മറ്റുള്ളവരുടെ ഇതൊന്നും വിഷമമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ ശൈത്യയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ, എല്ലാവരും ഒന്ന് ചുമ്മെങ്കിലും കുറേ പേരൊക്കെ ഒന്ന് ചിരിച്ചു, സപ്പോർട്ട് ചെയ്ത പോലെയൊക്കെ നിന്നു. അവൾ പാറക്കല്ല അനങ്ങിയെങ്കിൽ ശൈത്യം അനങ്ങിയിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 100% ഈ വിജയത്തോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഇതിന് അർഹതപ്പെട്ട ആൾ തന്നെയാണ്. പിന്നെ ഇനി എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. രാവിലെ കറണ്ടില്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അബദ്ധത്തിലോട്ടായിരുന്നു നടന്നത്. പെട്ടെന്ന് തന്നെ ദോശ, ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ അവനെ പറഞ്ഞ് സ്കൂളിൽ വിട്ട് ഞാനും കാപ്പി കുടിച്ചു. അപ്പോൾ